അങ്ങനെ നമ്മള് ലാസ്റ്റ് വീഡിയോന്റെ എൻഡിങ്ങിൽ കാണിച്ച പോലെ നമ്മൾ ബസ്സിൽ കയറി സഫാരി പാർക്കിന്റെ അകത്തേക്ക് പോകുന്നതാണ്. ഇതിന്റെ അകത്താണ് നമുക്ക് എല്ലാ മൃഗങ്ങളെയും കാണാൻ കഴിയും. അതായത് നമ്മൾ വണ്ടിയിലും മൃഗങ്ങളെ ഇങ്ങനെ തുറന്നു വിട്ടിച്ചാണ് ഇതിന്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ എല്ലാരും ഈഗർലി വെയിറ്റിംഗ് ആണ് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും കാണാൻ എങ്ങനെ കഴിയുന്നുള്ളതും. ബസ്സൊക്കെ അടിപൊളി സെറ്റപ്പ് ആണ്. നല്ല ഗ്ലാസ് ഏരിയ വെച്ചിട്ട് നല്ല കവർ ചെയ്യുന്ന രീതി നല്ല ഹൈറ്റിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് കാണാൻ കഴിയും. നിറയെ ആളുണ്ട് ഒരു വണ്ടിയിൽ. പക്ഷെ നമുക്ക് ഒരു ഫോൾട്ടും കൂടി പറഞ്ഞു തരാം. നമുക്ക് നമ്മളെ സ്വന്തം വണ്ടി എടുത്ത് ഇതിന്റെ അകത്ത് കയറാൻ കഴിയും. നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മള് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറി വരാൻ നമുക്ക് പിന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാവരും കാർ എടുത്തിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഇതാ ഈ സിംഹത്തിനെയൊക്കെ കാണുന്ന നോക്ക് ശരിക്കും നമുക്ക് അതിശയായി പോയി. അങ്ങനെ അത്രയും സിംഹങ്ങളെ നമുക്ക് ഒപ്പരം ഇവിടെ കാണാം. അതും ഇങ്ങനെ തുറന്നിട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല വണ്ടിന്ന്. ഫുൾ ക്ലോസ്ഡ് ആയിരിക്കും വണ്ടി. അതുപോലെ ഈ മൃഗങ്ങൾ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഏരിയയിൽ അവർ വണ്ടി നമുക്ക് സ്ലോ ആക്കി തരും, നിർത്തി തരുമൊക്കെ ചെയ്യും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്വന്തം വണ്ടി അല്ലാതെ വരുന്നതാണെങ്കിൽ പെർ ഹെഡ് 100 തായ് ബാത്ത് ആണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മയില്. പിന്നെ നമ്മൾ സിംഹത്തിനെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നതാണ് ടൈഗർ ആണ്. ഇഷ്ടം പോലെ ടൈഗർ ഉണ്ട്. അതായത് ഇപ്പൊ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കാണാം കുറെ ടൈഗർ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വെള്ളത്തിലും മരത്തിന്റെ മേലെ അങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാന്ന് തോന്നുന്നു ടൈഗർ ഏറ്റവും കൂടുതൽ. കാരണം ഇഷ്ടം പോലെ ടൈഗർ പാർക്കുകളുണ്ട്, ടൈഗർ ഷോ ഉള്ള സ്ഥലങ്ങളുണ്ട്. അത് പോരാതെ ഇപ്പൊ നമ്മൾ ഈ കേരി ഇതിന്റെ അകത്തും ഇഷ്ടം പോലെ ടൈഗർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പാർക്കിനകത്ത് കയറിയാൽ ആദ്യം തന്നെ സിംഹത്തിനെയും കടുവേനും ഒന്നല്ല കാണുക. നിങ്ങള് വീഡിയോ ഇങ്ങനെ ബോറടിക്കണ്ട എന്നുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഇതിനെ കാണിച്ചു തന്നെയാണ്. വേറെ കുറെ പക്ഷികളും മൃഗങ്ങളെയൊക്കെ നമ്മൾ ആദ്യം കണ്ടിട്ടാണ് നമ്മുടെ ഈ സെക്ഷന്റെ അകത്തേക്ക് എത്തുന്നത്. അതൊക്കെ ഇവര് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനെ ഒരുമിച്ചിടാൻ കഴിയില്ലല്ലോ മാനുകളെയൊക്കെ ഒന്നും. ഇനി ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിലുള്ള കുറച്ച് ഫുട്ടേജുകൾ കാണിച്ചു തരാം. കണ്ടോ, ഇതൊക്കെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ്. ഇഷ്ടം പോലെ പക്ഷികൾ. ഏതാ പക്ഷി എന്നൊന്നുമല്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ പറയുക, ഈ ലേക്ക് പോലത്തെ ഇതിൽ നിറയെ ആ പക്ഷികളാണ്. പിന്നെ അതല്ലാതെ വേറെയും ഒന്ന് രണ്ട് ടൈപ്പ് ബേർഡ്സിനെ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർ ഇതെന്തായാലും മിസ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മറൈൻ പാർക്കും സഫാരി പാർക്കും രണ്ട് എൻട്രൻസ് ഒക്കെയാണ്. അപ്പൊ ടിക്കറ്റ് ഒന്നുകിൽ കോമൺ ആയിട്ട് എടുക്കുക, അല്ലെ വന്നതിന് ശേഷം വരിക. എന്റെ ഒരു സജഷനിൽ രാവിലെ തന്നെ വന്നിട്ട് ഒരു 9 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്ത് കയറി ഈ മൃഗങ്ങളെ ഇതൊക്കെ കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഒരു 30 മിനിറ്റിൽ ഒരു 1 അവറിന്റെ ഉള്ളിൽ കഴിയും ഇതിന്റെ അകത്തെ കാഴ്ചകളൊക്കെ. അതൊക്കെ കഴിഞ്ഞ് നേരെ മറൈൻ പാർക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇതെനക്ക് എന്തായാലും നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഈ മൃഗങ്ങളെയും ബേർഡ്സിനെയൊക്കെ കൂട്ടിലിടുന്നതിന് പകരം അവരെ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് നമുക്കിങ്ങനെ വാഹനത്തിൽ പോയിട്ട് അവരെയൊക്കെ കാണാൻ കഴിയുന്നതുകൊണ്ട് ഒരു നല്ല കാര്യമായിട്ട് തോന്നി. സാധാരണയുള്ള സൂലൊന്നുള്ള പോലെ അല്ലല്ലോ. നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എനക്കറിയുന്നത് ബാംഗ്ലൂർ ബന്നാർഘട്ട നാഷണൽ പാർക്കിന്റെ അകത്ത് ഇതുപോലെയുണ്ട്. അതായത് നമ്മളെ വാഹനത്തിൽ കയറ്റിയിട്ട് ഇതുപോലെ കൊണ്ടുപോകും. നമുക്ക് മൃഗങ്ങളെയൊക്കെ പുറത്ത് കാണാം. പക്ഷെ അത് ഇത്രയും എന്താ പറയുക, ഇത്രയും ഡീറ്റെയിൽ ഇത്രയും ഇതായിട്ട് ഇത്രയും വലിയ ഏരിയയിൽ ഉണ്ടോ എന്നുള്ളത് എനക്കറിയില്ല. അതുപോലെ തന്നെ ഇവര് ഈ ഇതിന്റെ സൂവിന്റെ ആൾക്കാര് ഇവിടെ കൃത്യമായിട്ട് ഇതിനൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുന്ന ഏരിയാസ് ഉണ്ട്. അപ്പോ ആ ഏരിയന്റെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ കാണാൻ കഴിയും. അതിപ്പോ ഈ സിംഹവും കടുവയിലാണെങ്കിൽ അതുപോലെ തന്നെ മാന് അതായാലും അങ്ങനെ തന്നെ. അപ്പൊ ആ ഏരിയന്റെ അടുത്താണ് കംപ്ലീറ്റ് മൃഗങ്ങളുള്ളത്. അതുപോലെ തന്നെ ഈ സിംഹത്തിന്റെ ഒക്കെ ആ ഒരു സെക്ഷന്റെ അകത്ത് ഇവരുടെ തന്നെ ഗൈഡ് ഉണ്ട്. ഒരു വണ്ടിയിൽ അവരെ നമുക്ക് കാണാൻ കഴിയും ഇതിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ആരെങ്കിലും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്ക് നമ്മളെ വണ്ടി എടുത്തിട്ട് ഇതിന്റെ അകത്ത് പോകാലോ. അവരുടെ ബസ് പോകുമ്പോൾ എന്തായാലും അവരത് ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ കരടീനെയൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോ സൂലൊക്കെ പോയാൽ ജസ്റ്റ് ഒരു കരടിയൊക്കെ ഉണ്ടാവുക. ഇപ്പൊ ഇവിടെ തന്നെ 2-3 കരടിയൊക്കെ നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ തുറന്നു വിട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ ഇവിടത്തേക്ക് വരേണ്ടത്. അതായത് സഫാരി പാർക്കും മറൈൻ പാർക്കും കൂടി രാവിലെ 9 മുതൽ വൈകുന്നേരം ഈവനിങ് വരെ ക്ലോസ് ചെയ്യുന്നവരെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നതാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ചോക്ലേറ്റ് വില്ലയിലേക്കാണ്. അടിപൊളി സ്ഥലമാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.